മലയരയ മഹാസഭ മലയരയ സമൂഹത്തിൽ നിന്ന് കവർന്നെടുത്ത അവകാശങ്ങൾ തിരിച്ചു നൽകണം. പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കാൻ അനുവദിക്കണം. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനുമുള്ള വേദി അയ്യപ്പ സംഗമത്തിലുണ്ടെങ്കിൽ മാത്രമേ പങ്കെടുക്കൂ എന്ന് മലയരയ മഹാസഭ ജനറൽ സെക്രട്ടറിയുമായ PK സജീവ വ്യക്തമാക്കി. സെപ്റ്റംബർ മാസം നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ മലയരയ സമുദായത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ മലയരയ സമുദായം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അഭിപ്രായം പറയുവാൻ കഴിയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരിക്കണം. സമുദായത്തിൻ്റെ അവകാശങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള സമയം സമുദായത്തിന് അനുവദിച്ചു തരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സമുദായം അവിടെ പങ്കെടുത്തത് കൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ കേവലം കാഴ്ചക്കാരായി സമുദായത്തിലെ പ്രതിനിധികളോ ഭാരവാഹികളോ അവിടെ പങ്കെടുക്കുന്നത് കൊണ്ട് അർത്ഥമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, മലയരയ മഹാസഭയുടെ നിലപാട് വളരെ വ്യക്തമാണ്. അവരിൽ നിന്ന് കവർന്നെടുത്ത അവകാശങ്ങൾ ആദ്യം തിരികെ നൽകുക, എന്നിട്ടാകാം സംസാരം എന്നുള്ള രീതിയിലേക്കാണ് അവർ എടുക്കുന്ന തീരുമാനങ്ങൾ. ആ രീതിയിൽ തന്നെയല്ലേ അരുൺ? തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചോളം, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം വീണ്ടും ഒരു പ്രതിസന്ധി കൂടി മുന്നോട്ട് വരികയാണ്. കാരണം ശബരിമല പ്രക്ഷോഭ കാലത്തടക്കം സർക്കാരിനൊപ്പം നിന്ന് സർക്കാരിനെ വിശ്വസിച്ച് നിന്ന ആളുകളാണ് ഈ മലയരയ മഹാസഭ. അവർ തന്നെ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അയ്യപ്പ സംഗമത്തിൽ കാഴ്ചക്കാരായി, കേവലം കാഴ്ചക്കാരായി, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് കേവലം കാഴ്ചക്കാരായി തങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ നിലപാടാണ് ജനറൽ സെക്രട്ടറി PK സജീവ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മലയരയ സഭയുടെ ഔദ്യോഗിക നിലപാടായി ഇത് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഓരോ സംഘടനകളും ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്ന ആ ഒരു സമയത്തേക്ക് എത്തുമ്പോൾ, അതിലേക്ക് അടുക്കുമ്പോൾ കൃത്യമായ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ഒരു കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വരികയാണ്. എന്തായാലും ഇന്നലെ ഏറ്റവും പ്രസക്തമായത് പന്തളം കൊട്ടാരത്തിൻ്റെ ഒരു നിലപാട് തന്നെയായിരുന്നു. പന്തളം കൊട്ടാരം അക്കമിട്ട് നിരത്തുന്നു ഓരോ വിഷയങ്ങളും, 2018 ശേഷമുള്ള ഓരോ വിഷയങ്ങളും അക്കമിട്ട് നിരത്തി വരുന്ന ഇന്നലെ സർക്കാരിന് മുന്നിലേക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു നിൽക്കുന്നിടത്താണ് ഇവിടെ ഈ മലയരയ സഭയുടെ മഹാസഭയുടെ ഒരു നിലപാട് കൂടി അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളിൽ നിന്നും കവർന്നെടുത്ത അവകാശങ്ങൾ അത് തിരിച്ചു തരണം, അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കണം. ഈ ചർച്ചകൾക്ക് ഒരു വേദി ഇവിടെ ഉണ്ടാകണം. ഈ വേദി ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ ഈ ഒരു സമ്മേളനത്തിലേക്ക്, ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക്, സെപ്റ്റംബർ 20 പവിത്രമായ പമ്പാ നദീതീരത്ത് നടക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് തങ്ങൾ പങ്കെടുക്കില്ല എന്നുള്ള ഒരു സുദൃഢമായ നിലപാടാണ് ഈ മലയരയ മഹാസഭ കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവർക്കിടയിൽ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ പരസ്യമായി തുറന്നു പറഞ്ഞുകൊണ്ട് അവർ രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കാലങ്ങളായി ഇവർ ഉന്നയിക്കുന്ന ആവശ്യമാണ്. പക്ഷേ ഇതുവരെയും സർക്കാരും ദേവസ്വം ബോർഡും ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല. എന്തായാലും ആ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാട് കൂടി മലയരയ മഹാസഭ കൂടി നിലപാട് വ്യക്തമാക്കുകയാണ്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ ഒന്നാകെ ഈ വിഷയങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ ഭക്ത സംഗമം, ഈ സംഗമത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളടക്കം വിശദമായി ചർച്ച ചെയ്ത് ഓരോ ദിവസവും മുന്നോട്ട് വരുമ്പോൾ കൂടുതൽ സംഘടനകൾ ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കി വരുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചോളം, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധിയിലേക്ക്, വലിയ പ്രതിരോധത്തിലേക്ക്, വലിയ സമ്മർദ്ദത്തിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. രാഹി, ശരി അരുൺ, കേവലം കാഴ്ചക്കാരായി പമ്പയിലെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ്. മലയരയ മഹാസഭ മലയരയ സമൂഹത്തിൽ നിന്ന് കവർന്നെടുത്ത അവകാശങ്ങൾ തിരിച്ചു നൽകണം. പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കാനുള്ള അനുവാദം നൽകണം. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനുമുള്ള വേദി അയ്യപ്പ സംഗമത്തിലുണ്ടെങ്കിൽ മാത്രമേ പങ്കെടുക്കൂ എന്ന നിലപാടിലാണ് മലയരയ മഹാസഭ. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അരുൺ കൊടുങ്ങൂരാണ്.